ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. നിങ്ങൾ പല സ്ഥലത്തും ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടും ഇതുവരെയും നിങ്ങളുടെ ജോലി ഒന്നും ശരിയായിട്ടില്ലല്ലേ? അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് നിങ്ങളുടെ CV ഒരു ATS ഫ്രണ്ട്ലി CV അല്ലായിരിക്കാം എന്നുകൊണ്ട് ഒരു കാരണത്താൽ കൂടി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ തന്നെ എന്താണ് ATS ഫ്രണ്ട്ലി CV എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ പല ഓൺലൈൻ സൈറ്റിലും നിങ്ങളൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലെങ്കിൽ AI ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ഒരുപാട് CVകൾ ഇരുന്ന് മാനുവലി നോക്കിയൊന്നും അവർക്ക് അത് സെലക്ട് ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ ഒരുപാട് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർ സോഫ്റ്റ്വെയറിലേക്ക് അത് സപ്ലൈ ചെയ്തിരിക്കും, അല്ലെങ്കിൽ അത് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സോഫ്റ്റ്വെയർ അതിൻ്റെ AI ടെക്നോളജി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിലോ ഓക്കെ ആ വരുന്ന CV എല്ലാം അവർ ഫിൽറ്റർ ചെയ്യും. അപ്പോൾ ഫിൽറ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ CV ഒരു ATS ഫ്രണ്ട്ലി CV ആണെങ്കിൽ അത് അതിലൂടെ കടന്നു പോകുമ്പോൾ അത് പാസ്സാവും. ആ കാൻഡിഡേറ്റ്സിന് CV കടന്നു പോകും. പക്ഷെ ചിലരുടെ എക്സ്പീരിയൻസ് ഒരുപാടുണ്ടെങ്കിലും ഈ CV കടന്നു പോകത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ജോലി കിട്ടത്തില്ല. കമ്പനിക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പോലും അറിയാൻ കഴിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ ലഘുവായിട്ടാണ് പറഞ്ഞത്, വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതാണ് ATS ഫ്രണ്ട്ലി CVയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ CV ATS ഫ്രണ്ട്ലി അല്ല എന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയറിലൂടെ കടത്തി വിടുമ്പോൾ നിങ്ങളുടെ ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ CV ഒരു കമ്പനിയുടെ സൈഡിലേക്ക് പോകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ CV റിജക്റ്റ് ചെയ്യപ്പെടാം. അത് ആ ഒരു സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും അവരവരുടെ CV എന്താ ചെയ്യുന്നത്? ഒരു ATS ഫ്രണ്ട്ലി CV ആയിട്ടാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻലി എവിടെയൊക്കെയാണ് ATS ഫ്രണ്ട്ലി CV അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഓൺലൈൻ ജോബിന് എവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, വെബ്സൈറ്റിലും ഓൺലൈൻ ജോബിലും ഒക്കെ നമ്മൾ പേഴ്സണലായിട്ടുള്ള CV നമ്മൾ സബ്മിഷൻ അതിന് ATS ഫ്രണ്ട്ലി CV ഇല്ല എങ്കിൽ കൂടി കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മിക്കവാറും ഇൻഡീഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള ജോബ് സൈറ്റുകളിൽ സീക്ക് പോലുള്ള ജോബ് സൈറ്റുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതൊരു ATS ഫ്രണ്ട്ലി CV ആണെങ്കിൽ മാത്രമേ ആ ജോബ് ഓർഗനൈസേഷൻ്റെ കൈകളിലേക്ക് ഈ CV പോകത്തുള്ളൂ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കടത്തിവിടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ATS ഫ്രണ്ട്ലി CVയുടെ പ്രാധാന്യത്തെ പറ്റി. അപ്പോൾ ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ഈ AI കാലഘട്ടത്തിലും പലരും ഒരു CV ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ATS ഫ്രണ്ട്ലി CV ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പേരുടെ കയ്യും കാലും പിടിക്കുന്നത് ഞാൻ ഇന്നലെ കൂടെ കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ആരുടെയും കയ്യും കാലും പിടിക്കേണ്ടതിൻ്റെ കാര്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ CV ഏത് തന്നെ ആയിക്കോട്ടെ, ഒരു പഴയ CV ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ആ CV എടുക്കുക. നമ്മുടെ ChatGPT എന്ന് പറയുന്നത് അത് വളരെ ഫ്രീ ആയിട്ട് നമുക്കിപ്പോൾ എല്ലാവർക്കും കിട്ടുന്നതാണ്. ആ സോഫ്റ്റ്വെയർ ജസ്റ്റ് മൊബൈലിലാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലാണെങ്കിലും നമ്മൾ അതിനകത്ത് ChatGPT എന്ന് അടിച്ചതിന് ശേഷം അതിനകത്ത് താഴെ ഒരു പ്ലസ് സിമ്പൽ ഉണ്ട്. അതിനകത്ത് ആഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, അതിനകത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ഡോക്യുമെൻ്റായ CV ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിന് വേണ്ടിയുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയുള്ള CV വേണം, ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV, നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള കമാൻഡ് കൊടുക്കുക. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ വിത്തിൻ 4 to 5 seconds അല്ലെങ്കിൽ മാക്സിമം 5-6 seconds അത്രേ ഉള്ളൂ. അതിനകത്ത് തന്നെ നിങ്ങൾക്കൊരു അടിപൊളി ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV കിട്ടും. ഈ CV നിങ്ങൾ പിന്നെ ഇതുപോലെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ CV ആ ഒരു സോഫ്റ്റ്വെയറിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ CV എന്താ പറയുക ATS ഫ്രണ്ട്ലി CV ആയതുകൊണ്ട് തന്നെ അത് കടത്തിവിടുകയും നിങ്ങളുടെ ജോലി സാധ്യത കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി തുടർന്നുള്ള നാളുകൾ ഇനി നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ടെക്നിക്ക് കൂടി ഒന്ന് അപ്ലൈ ചെയ്യുക. കാര്യം ATS ഫ്രണ്ട്ലി CV ആണ് ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാ സ്ഥാപനങ്ങളും പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ മാത്രമേ സിസ്റ്റം കടത്തിവിടത്തുള്ളൂ. എല്ലാ CVയും ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000 വരുന്ന CV ഒരു മനുഷ്യനിരുന്ന് ഫിൽറ്റർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ATS ഫ്രണ്ട്ലി CVയുടെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ CVക്കകത്ത് വരുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരു ATS ഫ്രണ്ട്ലി CV നിങ്ങൾക്ക് ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യാൻ അറിയാം. എന്നിട്ട് അതിനകത്ത് എന്ത് കമാൻഡാണ് കൊടുക്കാൻ, അല്ലെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു ATS ഫ്രണ്ട്ലി CV ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രോംപ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കമാൻഡ് കൊടുക്കുക. നിങ്ങളുടെ പല കൺട്രിയിലേക്കും പല റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു കമൻറ്റ് ഇട്ടാൽ മതി.
ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് ഇട്ടാൽ മതി, ഐ നീഡ് ആൻ ATS ഫ്രണ്ട്ലി CV കമാൻഡ് അല്ലെങ്കിൽ പ്രോംപ്റ്റ് ഫോർ മൈ റിക്വയർമെൻറ്റ് ദിസ് ആൻഡ് ദിസ് എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം, നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ഒരു കമാൻഡ് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് എടുത്ത് കോപ്പി പേസ്റ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അടിപൊളി ഒരു ATS ഫ്രണ്ട്ലി CV ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇനി മടിച്ചു നിൽക്കേണ്ട, നിങ്ങളുടെ ഈ ജൈത്രയാത്രയിൽ ഞങ്ങൾ ഡ്രീം ലൈവും നിങ്ങളോട് കൂടെയുണ്ട്. ഇനി അടുത്തുള്ള വീഡിയോയിൽ നമ്മൾ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് ഒരു ജോബ് സീക്കേഴ്സിന് ആവശ്യമുള്ള നല്ല ടിപ്സും ആൻഡ് ട്രിക്സും ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെയും മസ്സലാമ. അപ്പോൾ വീണ്ടും കാണാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.